ഒരല്പസമയം നമുക്ക് തിരുവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരികെ. ഇന്ന് രാവിലെ മുതൽ എൻ്റെ ഉള്ളത്തിൽ വന്നൊരു ചെറിയ ചിന്തയാണ്. എല്ലാവർക്കും ഒന്ന് മുന്നോട്ട് സ്റ്റെപ്പ് വെക്കാൻ, ചില കാര്യങ്ങൾ മുന്നോട്ട് ചിന്തിക്കാനും ഒക്കെ നമുക്ക് അറിയേണ്ട, നമുക്ക് ചെയ്യേണ്ട ഒന്നുണ്ട്. ഒരു ദൈവഹിതം നമ്മിൽ വെളിപ്പെടണം, അല്ലേ? നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പറയും, പാസ്റ്റർ എന്നെക്കുറിച്ചുള്ള, കുടുംബത്തെക്കുറിച്ചുള്ള, ഞങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതം എന്താണ് എന്ന് ഒന്ന് വെളിപ്പെട്ട് വരണം. അങ്ങനെയാണെങ്കിൽ ദൈവഹിതം അറിയാൻ നമ്മൾ എന്താ ചെയ്യേണ്ടേ? എല്ലാവർക്കും ദൈവഹിതം വേണം, ദൈവഹിതം അറിയണം. നമ്മളതിനെല്ലാം എളുപ്പമാർഗം ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു പ്രവാചകനെയോ പ്രാർത്ഥിക്കുന്ന ഒരാളെയോ നമ്മൾ സമീപിക്കുക. സമീപിച്ചതിന് ശേഷം നമ്മൾ ആ വ്യക്തിയോട് ചോദിക്കും, എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതം എന്തെന്ന് ഒന്ന് പറഞ്ഞു തരണം. നമുക്കെല്ലാം വാഞ്ചയാണ്, ആഗ്രഹമാണ് നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതം എന്ത് ചെയ്യണം? അറിയണം. ദൈവഹിതം അറിയാനുള്ള ഏറ്റവും നല്ലൊരു മാർഗം, ഒന്ന് രണ്ട് മാർഗങ്ങൾ ഞാൻ പറഞ്ഞു തരാം. അത് എൻ്റെ പൊടിക്കൈയൊന്നുമല്ല, വചനാടിസ്ഥാനത്തിൽ ഞാൻ പറയാം. ഒന്ന്, ദൈവത്തിൻ്റെ തിരുഹിതം നിങ്ങളെക്കുറിച്ചും എന്നെക്കുറിച്ചുമുള്ളത് അറിയാൻ വേദപുസ്തക അടിസ്ഥാനത്തിലെ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ദൈവത്തിൽ ആശ്രയിക്കുക എന്നതാണ്. എന്താണ്? ദൈവത്തിൽ ആശ്രയിക്കുക. രണ്ട്, ദൈവത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഞാൻ പറയുന്ന രണ്ട് കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്യണം. ഒന്ന്, ദൈവത്തിൽ ആശ്രയിക്കണം. രണ്ട്, ദൈവത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യണം, കാത്തിരിക്കണം. ദൈവഹിതം അറിയാൻ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ദൈവത്തിൽ ആശ്രയിക്കുക. മൂന്ന്, ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുക. മൂന്ന്, അവൻ്റെ വചനത്തിൽ നിങ്ങൾ ശ്രദ്ധ കൊടുക്കുക, വചനം ശ്രദ്ധിക്കുക. ദൈവഹിതം അറിയാനുള്ള മൂന്നാമത്തെ കാര്യമാണ് വചനത്തിൽ ശ്രദ്ധ കൊടുക്കുക. നാല്, ദൈവത്തെ ആഴമായി സ്നേഹിക്കുക. ആർക്കാ ദൈവഹിതം തിരിച്ചറിയുന്നത്? ഇന്ന് രാവിലെ ഈ ഒരു കൊച്ചു മെസ്സേജ് എൻ്റെ ചിന്തയിൽ വന്നപ്പോൾ ഞാൻ ചോദിച്ചു, കർത്താവേ, ദൈവഹിതം ആർക്കൊക്കെ വെളിപ്പെടും? കർത്താവ് പറഞ്ഞു, എല്ലാവരും ദൈവഹിതത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരാണ്. പക്ഷെ അങ്ങനെ എല്ലാവർക്കും ഈ ദൈവഹിതം വെളിപ്പെടില്ല. ദൈവഹിതം അറിയാൻ, ദൈവഹിതം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടാനുള്ള ഏറ്റവും സിമ്പിളായ 4 കാര്യങ്ങൾ. ഏലിയാവ് ദൈവഹിതം വെളിപ്പെടാൻ ഒരല്പം തിടുക്കമൊക്കെ കാണിച്ചു. ദൈവഹിതത്തിന് വേണ്ടി ആ മനുഷ്യൻ വെയിറ്റ് ചെയ്തില്ല. അതുകൊണ്ട് താൻ ഇങ്ങനെ പറഞ്ഞു, കർത്താവേ, ഇനി എനിക്ക് വേണ്ട, ഞാൻ മരിക്കാൻ പോവുക. ചൂരച്ചെടിയുടെ തണലിൽ പോയി കിടക്കുന്നു, പാറയുടെ പിളർപ്പിപ്പോയിരിക്കുന്നു. പക്ഷെ അവിടെ നിന്നെല്ലാം ശാന്തമായി. നിങ്ങൾ ശ്രദ്ധിച്ചേ, ഒരു ദൈവഹിതം വെളിപ്പെട്ട് വരാൻ വേണ്ടി ആ മനുഷ്യൻ ബന്ധപ്പെടുകയാണ്. അടുത്ത പരിപാടി എന്താണ്? കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇസബേൽ എന്ന് പറയുന്ന വമ്പൻ ശക്തിയുടെ മുമ്പിൽ നിന്ന് ദൂത് വിളിച്ചു പറഞ്ഞു. ആഹാബ് എന്ന് പറയുന്ന അന്നത്തെ ശക്തനായ മനുഷ്യൻ്റെ മുമ്പിൽ നിന്ന് നെഞ്ച് വിരിച്ച് ദൈവത്തിന് അരുളപ്പാട് പറഞ്ഞു. പക്ഷെ ഇപ്പോൾ ദൈവഹിതം എന്തെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ മതി എന്നെ അങ്ങ് എടുത്തു എന്നാണ് പറയുന്നത്. അവിടെ താൻ പ്രതീക്ഷിച്ച 1-2 കാരണങ്ങളുണ്ട്. ഇപ്പോൾ ദൈവം ഒരു ഭൂകമ്പത്തിലൂടെ എൻ്റെ അടുക്കൽ വരും. സംഭവിച്ചു. ഒരു വലിയ കൊടുങ്കാറ്റ് അതിൻ്റെ പിന്നിലുണ്ടാകും. ദൈവം എന്നോട് ഇപ്പോൾ സംസാരിക്കും. ഒരു ഭൂകമ്പത്തിലും കൊടുങ്കാറ്റിലും ഒക്കെ ദൈവഹിതത്തിന് വേണ്ടി ഏലിയാവ് കാത്തിരിക്കുമ്പോൾ അതിനകത്തൊന്നും ഒരു ദൈവഹിതം സംസാരിക്കുന്ന ദൈവശബ്ദമില്ല. എല്ലാം കഴിഞ്ഞു, എല്ലാ ബഹളവും കഴിഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ ശാന്തമായി ഒരു വിളി, ഏലിയാവേ. അപ്പോൾ നമ്മൾ പറയുന്ന ശബ്ദകോലാഹലങ്ങൾക്കിടയിൽ ഒരുപക്ഷെ ദൈവശബ്ദം തിരിച്ചറിയാൻ കഴിയില്ല. വലിയ ഭൂകമ്പങ്ങളുടെ നടുവിലും നമുക്ക് ദൈവശബ്ദം തിരിച്ചറിയാൻ കഴിയണമെന്നില്ല. നമ്മൾ ദൈവത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ
ഒരല്പസമയം നമ്മൾ ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ നിശ്ചയമായും നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതം ദൈവം വെളിപ്പെടുത്തും. എന്നാൽ ഈ 4 കാര്യങ്ങളും ഞാൻ തൊടുന്നില്ല. എന്നെ ചിന്തിപ്പിച്ച ഒരു കാര്യം മാത്രം തുടക്കത്തിലെ വിഷയം പറഞ്ഞ് ദൈവത്തിൽ ആശ്രയിക്കണം. ദൈവഹിതം അറിയാൻ എന്ത് ചെയ്യണം? ദൈവത്തിൽ ആശ്രയിക്കണം. 1-2 വാക്യം വായിക്കാം. എങ്ങനെയാണ് ആശ്രയിക്കേണ്ടത്? ആ വാക്യം എടുക്കേണ്ടത് സങ്കീർത്തനം 37-ാം സങ്കീർത്തനം 3-ാമത്തെ വാക്യം. ഞാൻ ഒരുപാട് വിവരിക്കത്തില്ല, ഓടിച്ച് പറഞ്ഞു വിടും. പക്ഷെ നിങ്ങൾക്ക് റെഫറൻസ് ഒന്ന് നോട്ട് ചെയ്യാം. യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക, ദേശത്ത് പാർത്ത് വിശ്വസ്തത ആചരിക്കുക, യഹോവയിൽ തന്നെ രസിച്ചുകൊള്ളുക. ഇതാ ദൈവഹിതം അറിയാനുള്ള ഏക മാർഗം. ദൈവത്തിൻ്റെ ഹിതം തിരിച്ചറിയാൻ, ദൈവത്തിൻ്റെ വിൽ എന്തെന്ന് മനസ്സിലാക്കാൻ ഒരു ദൈവ പൈതൽ അറിയേണ്ട 1-ാമത്തെ കാര്യം യഹോവയിൽ ആശ്രയിച്ച്. എല്ലാവരും ഒന്ന് പറഞ്ഞേ, യഹോവയിൽ ആശ്രയിച്ച്. ഏത് സമയത്തും, ഏത് പ്രതിസന്ധിയുടെ നടുവിലും, ഏത് ഒറ്റപ്പെടലിൻ്റെ നടുവിലും, ഏത് നെഗറ്റീവായ വാക്കുകൾ നിങ്ങളുടെ ചെവിയിൽ കേൾക്കുമ്പോഴും, എവിടെയെല്ലാം വഴികൾ അടഞ്ഞു എന്ന് നിങ്ങൾ പറയുമ്പോഴും, നിങ്ങളോട് പരിശുദ്ധാത്മാവിന് ഇന്ന് പറയാൻ ഒറ്റ ദൂതേ ഉള്ളൂ: നിങ്ങൾ യഹോവയിൽ തന്നെ ആശ്രയിക്കുക. യഹോവയിൽ തന്നെ ആശ്രയിക്കുക, വേറെ ഒന്നിലുമല്ല. യഹോവയിൽ ആശ്രയിക്കുക. യഹോവയിൽ ആശ്രയിച്ച ഒരു സഹോദരിയെ ഒന്ന് പരിചയപ്പെടുത്താം. എപ്പോഴും കേൾക്കുന്നതാ, എങ്കിലും അങ്ങ് പറയാം. ആശ്രയിക്കാൻ ഒരു മാർഗവും ഇല്ലാതിരുന്ന സമയത്തും യഹോവയിൽ തന്നെ ആശ്രയിച്ച ഒരു പെണ്ണ്. ആരാണ്? രൂത്ത്. അന്യദേശത്തുനിന്ന് സ്വന്തം ദേശത്ത് വന്ന് പാർത്ത ഒരു യുവാവിനെ വിവാഹം കഴിച്ചു. ഒരു പരദേശിയെ വിവാഹം കഴിച്ച് ആ മനുഷ്യൻ്റെ ഭാര്യയായി മുന്നോട്ട് ജീവിതം നടത്തുമ്പോഴാണ് ദുരന്തം ഒന്നിൻ്റെ പുറകെ ആ കുടുംബത്തിൽ അഴിഞ്ഞാടുന്നത്. ആദ്യം ആ കുടുംബത്തിലെ കുടുംബനാഥൻ നഷ്ടമാകുന്നു. പിന്നാലെ 2 ആൺകുട്ടികളും ആ കുടുംബത്തെ നഷ്ടമാകുന്നു. പിന്നെ അവിടെ അവശേഷിക്കുന്നത് 3 പെണ്ണുങ്ങൾ മാത്രമാണ്. അത് 2 പേര് മോബാബ് ദേശത്തുള്ള ഓർപ്പയും രൂത്തുമാണ്. അമ്മയെന്ന് പറയുന്നത് നവമിയാണ്. അവർ ബത്ലഹേമിൽ വന്നതാണ്. ഒരു പ്രതീക്ഷയുമില്ല. എന്ത് ചെയ്യണമെന്നറിയത്തില്ല. അങ്ങനെ ആ സമയത്തും ഈ നവമി പറയുന്ന ഒരു കാര്യമുണ്ട്: ഞങ്ങൾക്കൊരു ദൈവമുണ്ട്, ഇസ്രായേലൊരു ദൈവമുണ്ട്. ആ ദൈവം ഭയങ്കരനായിരുന്നു, ആ ദൈവം ശക്തനായിരുന്നു, ആ ദൈവം ഇന്നിന്ന കാര്യമൊക്കെ ചെയ്യുമായിരുന്നു. ഇതൊക്കെ പറഞ്ഞത് ഒരുപാട് കേട്ട ഒരു എക്സ്പീരിയൻസ് രൂത്തിനും ഓർപ്പയ്ക്കുമുണ്ട്. എന്നാൽ അവരോട് 2 പേരോടും അമ്മായിയമ്മ പറയുന്നൊരു വാക്യം ഇതാണ്: മക്കളെ, ഇനി നിങ്ങൾക്ക് തരാൻ എൻ്റെ പക്കൽ ഒന്നുമില്ല, ഒരു പുത്രത്വം പോലും ഇല്ല. ആയതുകൊണ്ട് നിങ്ങൾ തിരിച്ച് നിങ്ങളുടെ സ്വദേശത്തേക്ക്, നിങ്ങൾ സ്വന്തം ഭവനത്തിലേക്ക് പോയിക്കൊള്ളുക. ഓക്കെ, കൊള്ളാം. ഓർപ്പയ്ക്കും രൂത്തിനും ഒരുപാട് ബന്ധുക്കളും സഹോദരങ്ങളും ചാർച്ചക്കാരും ഉള്ളൊരു തൊട്ട സ്ഥലമാണ്. നവമിക്ക് മാത്രം ആ ദേശത്ത് ബന്ധുക്കളെന്ന് പറയാൻ, ചാർച്ചക്കാരെന്ന് പറയാൻ ആരുമില്ല. നവമിക്ക് ആകെ ഉള്ളത് മരുമക്കളായി ഓർപ്പയും രൂത്തും മാത്രമാണ്. പക്ഷേ ഓർപ്പയ്ക്കും രൂത്തിനും ഒന്ന് ഇടം വലം തിരിഞ്ഞാൽ ബന്ധുക്കളും നാട്ടുകാരും ചാർച്ചക്കാരും എല്ലാവരും ആ പട്ടണത്തിലുണ്ട്. പക്ഷേ അതിൻ്റെ നടുവിൽ ഈ രൂത്ത് പറയുകയാണ്: കഴിഞ്ഞ ഏതാനും നാളുകളായിട്ട് നിങ്ങളുടെ മരുമകളായിട്ട് ഈ ഭവനത്തിൽ കയറി വന്ന ആ ദിവസം മുതൽ ഈ അമ്മയുടെ വായിൽ നിന്നും ഒരു ഭയങ്കര ദൈവത്തെക്കുറിച്ച് ഞാൻ കേട്ടുകൊണ്ടിരിക്കുക. ഇസ്രായേലിൽ ഒരു ദൈവമുണ്ട്. ആ ദൈവം ആഴിയെ വറ്റിച്ചവനാണ്. ആ ദൈവം ചെങ്കടലിനെ വിഭാഗിച്ചവനാണ്. ആ ദൈവം എരിഹോ മതിൽ തകർത്തവനാണ്. കാടപ്പക്ഷിയെ കൊടുത്തവൻ, തീക്കൽ പാറക്കകത്തുനിന്ന് വെള്ളത്തെ കൊടുത്തവൻ, അത്ഭുതങ്ങൾ അടയാളങ്ങൾ പ്രവർത്തിച്ച് വലിയവനായ ഒരു ദൈവത്തെക്കുറിച്ച് നിരന്തരം ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ
ഈ അമ്മായിയമ്മ പറഞ്ഞ ദൈവത്തെയും ഈ ദൈവത്തെ മുറുകെ പിടിച്ചിരിക്കുന്ന ഈ അമ്മായിയമ്മയുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതും തമ്മിൽ ഒന്ന് താരതമ്യം ചെയ്ത് നോക്കിയപ്പോൾ കഷ്ടങ്ങളും ദുരിതങ്ങളും ബുദ്ധിമുട്ടുമല്ലാതെ ഈ അമ്മ പറയുന്ന ദൈവം ഈ അമ്മായിയമ്മക്കൊന്നും സമ്മാനിച്ചിട്ടില്ല. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? ഈ അമ്മായിയമ്മ പറയുന്ന ഭയങ്കര ദൈവം, പക്ഷെ ഈ ദൈവത്തെക്കുറിച്ച് അമ്മായിയമ്മ പറയുമ്പോഴും രൂത്ത് വളരെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ദൈവത്തെക്കുറിച്ച് കേട്ടിട്ട് രൂത്ത് തന്നോട് തന്നെ പറഞ്ഞു, ഈ അമ്മ ഇത്രയും നശിച്ചിട്ടും ഈ അമ്മ ഇത്രയും ഇല്ലായ്മയായിട്ടും ഉണ്ടായതെല്ലാം നഷ്ടപ്പെട്ടിട്ടും ഈ അമ്മയുടെ വായിൽ ഈ ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നതല്ലാതെ മറ്റൊരു വാക്ക് ഈ അമ്മ പറഞ്ഞിട്ടില്ല. എന്താണെന്നറിയുമോ? ഞാൻ ശബ്ദം ഒരു ഇച്ചിരി ഒന്ന് കുറക്കണേ. ഞാൻ നിങ്ങളോട് വളരെ ആഴമായി ഒരു കാര്യം, ഇന്ന് രാവിലെ ദൈവം എന്നോട് സംസാരിച്ചൊരു ദൂതാ ഞാൻ നിങ്ങളോട് പറയുന്നത്. ഒരു ഭക്തൻ്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് നഷ്ടങ്ങളുടെ കണക്കിലല്ല ദൈവ പൈതലേ, ദൈവസ്നേഹത്തിൽ അടിയുറച്ചാണ്, ദൈവസ്നേഹത്തിന് അധിഷ്ഠമാണ്, ദൈവസ്നേഹത്തിൻ്റെ ആഴത്തിനകത്താണ് ഒരു ദൈവ പൈതലിൻ്റെ ഉറപ്പിരിക്കുന്നത്. അവൻ സകലതും നഷ്ടപ്പെടുമ്പോഴും സകലതും കയ്യിൽ നിന്ന് പോയപ്പോഴും ഇല്ലായ്മയുടെ വാക്കുകൾ അവിടെ അത്തരത്തിൽ നിന്നും വന്നില്ല കേട്ടോ. ഈ പകൽ അങ്ങനെ ഒരു ആശ്രയം ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ഭക്തൻ ഇതിനകത്തുണ്ടെങ്കിൽ നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്നൊരു ദൈവമുണ്ടോ എന്ന് പകൽ പരിശുദ്ധാത്മാവ് ആഴമായി ദൂത് പറയുന്നു. സ്തോത്രം. ആമേൻ. 2-3 കാര്യങ്ങൾ പറയാൻ സമയമുള്ളൂ. ഞാൻ കുറിച്ച് വെച്ചതൊന്നും പറയാൻ പറ്റില്ല, എന്നാലും ഒന്ന് ശ്രദ്ധിക്കാം. യേശു ക്രിസ്തുവിൻ്റെ കാൽവരി ക്രൂശ് മരണം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ഞാൻ പലപ്പോഴും മത്തായി സുവിശേഷം, യോഹന്നാൻ്റെ സുവിശേഷത്തിലെ ആ യേശുവിൻ്റെ ക്രൂശ് മരണ വേളയിലെ ആ തിരുവചനം വായിക്കുമ്പോഴൊക്കെ കണ്ണ് നനയാതെ ആ തിരുവചനം വായിക്കാൻ ഒക്കത്തില്ല അല്ലേ? 5 കോടതിയിൽ അല്ലേ 6 പ്രാവശ്യം രാത്രിയിൽ കൊണ്ടു നടന്ന് വിധിച്ച് അടിക്കാവുന്ന അടി മുഴുവൻ അടിച്ച്, കോല് കൊണ്ടടിക്കുക, ചമ്മട്ടി കൊണ്ടടിക്കുക, തലയിൽ 8 ഇഞ്ച് നീളത്തിലുള്ള ആ മുള്ള് എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ പണ്ടൊരിക്കൽ പറഞ്ഞതാ. ഒരു രാജ്യത്ത് പോയപ്പോൾ അവിടെ കൊണ്ടുപോയപ്പോൾ ഒരു മനുഷ്യൻ എന്നോട് പറഞ്ഞു, പാസ്റ്റേ യേശുവിൻ്റെ തലയിൽ അടിച്ച ആ മുള്ള് കാണണോ? ആ മുള്ളല്ല, ഏകദേശം ആ സെയിം മുള്ളാണ് അവർ അടിച്ചു കയറ്റിയത്. ആ മുള്ളിന് ഏകദേശം 8 ഇഞ്ച് നീളമുണ്ട്. ആ മുള്ള ആ മനുഷ്യൻ ഒരു കമ്പ് കൊണ്ടിങ്ങനെ എടുത്ത് പൊക്കി കാണിക്കുമ്പോൾ എൻ്റെ കണ്ണുകൾ നിറഞ്ഞ് കവിയുകയും ഞാൻ അറിയാതെ എൻ്റെ ഉള്ളത്തിൽ ചോദിച്ചൊരു ചോദ്യമുണ്ട്, കർത്താവേ, ഇത്രയും വലിയ മുള്ളുകൾ അങ്ങയുടെ ശിരസിൽ ആഞ്ഞ് അടിച്ച് ആ മുള്ളുകളെല്ലാം ശിരസിൽ ആഴ്ന്ന് ഇറങ്ങിയിരിക്കുമ്പോഴും അങ്ങ് താഴോട്ട് നോക്കിയിട്ടൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചില്ലേ? പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. അങ്ങയുടെ കഠിന വേദനയിലും ആ പിതാവിനെ മുറുകെ പിടിച്ചത് കൊണ്ടല്ലേ പറുദീസ കൊണ്ടുപോകാൻ അങ്ങയ്ക്കൊരു കള്ളനെ കിട്ടിയത്. ദൂത് മനസ്സിലായോ? ആ കഠിന വേദനയുടെ നടുവിലും ആ കഠിന ഭാരത്തിൻ്റെ നടുവിലും ആ കഠിന സ്തോത്ര രക്തം വാർന്നു പോകുന്നതിൻ്റെ നടുവിലോ വല്ലാത്ത വേദനയുടെ നടുവിലോ പിതാവിനെ തള്ളിപ്പറയാതെ പിതാവിനെ മുറുകെ പിടിച്ച് എന്നെ കൈവിട്ടതെന്തെന്ന് പിതാവിന്റെ മുഖത്ത് നോക്കി ചോദിച്ചിട്ടും പിതാവിനെ ചേർത്ത് പിടിച്ച അരുമനാഥൻ പറുദീസ പോയപ്പോ ആ ക്രൂശിൽ ഒരു കള്ളനെ കിട്ടാൻ കാര്യം എന്താണെന്നറിയാമോ? കള്ളന് മനസ്സിലായി ഇവനാണ് യഥാർത്ഥ ദൈവത്തെ സ്നേഹിക്കുന്നത്, ഇവനാണ് ഒരു പിതാവുള്ളത്, ഇവൻ മാത്രമാണ് പിതാവിനെ സ്നേഹിക്കുന്നത്. കരമുയർത്തു ദൈവത്തിന് സ്തോത്രം ചെയ്യാമോ? യേശുവിൻ്റെ വേദനയിലും വേദന തന്നത് ദൈവമെന്ന് പിതാവെന്ന് പറയാതെ 22-ാം സങ്കീർത്തനത്തിൽ ഏലി ഏലി ലമ്മ ശബത്താനി, എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്നെ കൈവിട്ട് കളഞ്ഞത് എന്തെന്ന് ചോദിച്ചിട്ടും ഒരു വാക്ക് പോലും പിതാവിനോട് പഴി പറയാതെ അവൻ അടിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ക്രൂശിൽ കിടന്ന കള്ളനു മനസ്സിലായി ഈ വേദനയുടെ നടുവിലോ ഇവൻ പിതാവിനെ ഉപേക്ഷിച്ചില്ലെങ്കിൽ അങ്ങനെ ഒരു ദൈവമുണ്ട്, അങ്ങനെ ഒരു ദൈവം ജീവനോടെയുണ്ട്, അങ്ങനെ ഒരു ദൈവം ഇന്നും നിലനിൽക്കുന്നു.
വിളിക്കുന്നു. ആത്മാവിൽ ഞാൻ പറയട്ടെ, ദൈവഹിതം തിരിച്ചറിയാൻ ഏക മാർഗം എന്നാണെന്നറിയാമോ? കഠിന വേദനയുടെ നടുവിലോ ദൈവത്തിൽ തന്നെ ആശ്രയിക്കുക. കഠിന ഭാരത്തിന്റെ നടുവിലോ ദൈവത്തെ തന്നെ ആശ്രയിക്കുക. ആമേൻ, ആമേൻ. എല്ലാവരും ഒറ്റപ്പെടുത്തുമ്പോഴും ദൈവത്തിൽ തന്നെ ആശ്രയിക്കുക. ആമേൻ, ആമേൻ. ഈ ദൈവ ശബ്ദം എൻ്റെ ചെവിയിൽ മുഴങ്ങിയത് കൊണ്ട് നിങ്ങളുമായി അത് പങ്കുവെക്കുന്നു. ആമേൻ. ക്രൂശിൽ എല്ലാവരും തന്നെ ഉപേക്ഷിച്ചപ്പോഴും, ആമേൻ, പേര് ചൊല്ലി വിളിച്ച ശിഷ്യന്മാർ തന്നെ വിട്ടോടിപ്പോയപ്പോഴും, 9 മാസം ചുമന്ന് പ്രസവിച്ച അമ്മയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയാതെ നിസ്സഹായതയുടെ 2 കരങ്ങളും കൊണ്ട് ക്രൂശിനെ നോക്കി നിൽക്കുമ്പോഴും, ആമേൻ, ഒടുവിൽ യേശു പറഞ്ഞ 7 മൊഴിയിലെ 7ാമത്തെ മൊഴി നിങ്ങൾ ഓർമ്മയുണ്ടോ? 7ാമത്തെ മൊഴി. ആമേൻ, 7ാമത്തെ മൊഴി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഓർമ്മയില്ലെങ്കിൽ ഞാൻ വിളിച്ചു പറയാൻ കേട്ടോ. ആദ്യത്തെ ആമൻ വിളി ഇതായിരുന്നു, പിതാവേ. ആമൻ എന്ന് വിളിച്ചാരംഭിച്ചിട്ട് ഒടുവിലത്തെ മൊഴി ഇങ്ങനെയാണ്, പിതാവേ, എൻ്റെ ആത്മാവിനെ തൃക്കരങ്ങളിൽ പരമേൽപ്പിക്കുന്നു. തുടക്കം മുതൽ അവസാനം വരെയും വേദനയുടെ നടുവിൽ അവൻ പിതാവിനെ വിട്ടില്ല കേട്ടോ. അവസാനം വരെ പിതാവിൻ്റെ കരങ്ങളിലേക്ക് ആത്മാവിനെ പരമേൽപ്പിച്ചിട്ട് പറയുന്നു, പിതാവേ, പിതാവേ, എൻ്റെ ആത്മാവിനെ തൃക്കരങ്ങളിൽ. ഈ ദൂത് നിങ്ങൾ ശാന്തമായി കേൾക്ക്. പരിശുദ്ധാത്മാവിന് പറയാനുള്ളത്, എത്ര വേദനയുടെ നടുവിലും നിങ്ങൾ ദൈവത്തിൽ തന്നെ ആശ്രയിക്കണം. 2 കൈകൾ ചേർത്ത് ആമത്തിലിട്ട് പൂട്ടി, 2 കാലുകളും വയസ്സിട്ട് പൂട്ടുന്നത് പോലെ ആമത്തിട്ട് പൂട്ടി. കഴിഞ്ഞ പകൽ മുഴുവൻ ദൃഢഗാത്രന്മാരായ മല്ലന്മാർ ആടിച്ച് പുറം പൊളിച്ചു. ശരീരത്തു നിന്ന് എല്ലാം രക്തം ഇങ്ങനെ ചോർന്നൊലിച്ചു കൊണ്ടിരിക്കുമ്പോൾ കുണ്ടിൽ തടവിലാക്കി. പൗലോസും ശീലാസിനെയും കൊണ്ടുപോയി തടവിലടച്ചു. അവർ 2 പേരും മുഖത്ത് നോക്കി ഇങ്ങനെ പറഞ്ഞു കാണും. പൗലോസ് ശീലാസിനോട് പറഞ്ഞു, ശീലാസേ, ഈ വേദനയുടെ നടുവിലും നമുക്ക് നമ്മുടെ ദൈവത്തിൽ ആശ്രയിക്കാം. പൗലോസ് പറഞ്ഞു കാണും, ഏതാനും മാസങ്ങൾക്ക് മുമ്പ്, ആമേൻ, അവരെന്നെ കൊന്ന്, കല്ലെറിഞ്ഞ് കൊന്ന് മരിച്ചു എന്ന് പറഞ്ഞ് അവൻ വലിച്ചെറിഞ്ഞിട്ടപ്പോഴും ദൈവത്തിൽ ആശ്രയം വെച്ചത് കൊണ്ട് എന്നെ ദൈവം ജീവിപ്പിച്ചു. നമുക്ക് ചേർന്ന് ദൈവത്തെ ആരാധിക്കാമെന്ന് പറഞ്ഞു. അവർ ആ കാരാഗ്രഹത്തിൻ്റെ ഇടം ആരാധനാലയമാക്കി മാറ്റി. ഒരു സ്തോത്രം പറയാൻ പറ്റുമോ? ആമൻ. അവിടെ കീബോർഡിൽ യമഹയുടെ ആമൻ കീബോർഡില്ലായിരുന്നു. ആമൻ ജാസ് അവിടെ ഇല്ല, ബേസ് ഗിറ്റാർ ഇല്ല, അവിടെ വായിക്കാൻ ഒരു ഇൻസ്ട്രുമെൻറ്റ്സ്, ഒരു ഉപകരണങ്ങളും ഇല്ലായിരുന്നു. എന്തിനേറെ ഒന്ന് കൈയടിക്കാൻ പോലും, കൈ പോലും പൊക്കാൻ കഴിയാതെ കൈകളിൽ ചങ്ങല കിടക്കുമ്പോൾ ആമൻ ലോകത്തോട് അവരൊരു മെസ്സേജ് കൈമാറി. ആ മെസ്സേജ് ഇതാണ്, ആമൻ, ഈ ലോകത്തിലെ കഷ്ടങ്ങൾക്കും ഭാരങ്ങൾക്കും ഞങ്ങളുടെ കൈകളെ ബന്ധിക്കാൻ കഴിയും, ഞങ്ങളുടെ കാലുകളെ ബന്ധിക്കാൻ കഴിയും, പക്ഷെ ഞങ്ങളുടെ നാവിനെ ബന്ധിക്കാൻ ഉലകത്തിലെ ഒരു ശക്തിക്കും കഴിയത്തില്ല. ഞങ്ങളുടെ നാവിനെ തകർക്കാൻ ലോകത്തിലെ ഒരു മണ്ണമേ പൈശാചിക മണ്ഡലങ്ങൾക്കും കഴിയത്തില്ല. അതുകൊണ്ട് അവർ തീരുമാനിച്ചു, കരങ്ങൾ ബന്ധിക്കിരിക്കുമ്പോഴോ, കാലുകൾ ബന്ധനത്തിലായിരിക്കുമ്പോഴോ, ഞങ്ങൾ കാരാഗ്രഹത്തിലായിരിക്കുമ്പോഴോ, ഞങ്ങൾ ഇന്നൊരു കാര്യം തീരുമാനിച്ചു, ഞങ്ങളുടെ ദൈവത്തെ പാടി ദൈവത്തെ മഹത്വപ്പെടുത്താൻ ആരംഭിച്ചു, ദൈവത്തെ പാടി സ്തുതിക്കാൻ ആരംഭിച്ചു. ഈ പകൽ ആത്മാവ് പറയുന്നു, നിന്റെ പ്രതിസന്ധിയുടെ നടുവിൽ ദൈവത്തെ നീ ആരാധിക്ക്, ദൈവത്തെ നീ സ്തുതിക്ക്, ദൈവത്തെ നീ മഹത്വപ്പെടുത്ത്. നിന്റെ ജീവിതത്തിൽ ഒരു പുതിയ അധ്യായം ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറക്കും. ശബന സന്തൽക്കരാധനാര. യേശു കർത്താവിന്റെ കഠിന വേദനയിലും അവൻ ദൈവത്തിൽ ആശ്രയിച്ചു. ആ വേദനയുടെ നടുവിൽ ദൈവത്തെ ആശ്രയിച്ചത് കൊണ്ട് ഒരു കള്ളനെ പർദീസയിൽ കിട്ടി. പൗലോസിന്റെയും ശീലാസിന്റെയും കഠിന വേദനയിൽ അവർ ദൈവത്തെ ആശ്രയിച്ചു. കാരാഗ്രഹ പ്രമാണിയും കുടുംബവും ആ സഹ തടവുകാരും ദൈവത്തെങ്കിലേക്ക് കൈമാറി. നിങ്ങൾക്കറിയാമോ, ഒരു ഭക്തന്റെ ജീവിതത്തിൽ ദൈവത്തെ വെളിപ്പെടുത്തുന്നത് മണിമാളിക പണിത് അതിനകത്ത് പട്ടുമെത്ത വിരിച്ച് കിടക്കുമ്പോഴല്ല ഒരു ഭക്തന്റെ ജീവിതത്തിൽ ദൈവമഹത്വം വെളിപ്പെടുന്നത്. അവന്റെ കഷ്ടതയുടെ നടുവിൽ, പ്രതിസന്ധിയുടെ നടുവിൽ, ഒറ്റപ്പെടലിന്റെ നടുവിൽ, വേദനയുടെ നടുവിൽ അവൻ ദൈവത്തിൽ എത്രമാത്രം ആശ്രയിക്കുന്നുവോ അവിടെയാണ് ദൈവമഹത്വം വെളിപ്പെട്ടു വരുന്നത്. ഹല്ലേലൂയ.
സ്തോത്രം, സ്തോത്രം. ഞാൻ നിങ്ങളോടൊരു ഒരു 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 സിമ്പിളായിട്ടൊരു കാര്യം പറയാം. ഈ ചർച്ചിനകത്തുനിന്ന് ഏറ്റവും അധികം ശുശ്രൂഷകന്മാർ എഴുന്നേറ്റത്, ആമേൻ സ്തോത്രം, ഞാൻ ഫേമസ് ആയതിനു ശേഷമോ, എനിക്ക് ആമേൻ വാഹനങ്ങൾ ലഭിച്ചതിന് ശേഷമോ, എനിക്ക് കയറി കിടക്കാൻ ഒരു വീടുണ്ടായതിന് ശേഷമോ ഒന്നുമല്ല, അല്ലേ? അവൻ ഇതിനകത്തുനിന്ന് ഏറ്റവും കൂടുതൽ ദൈവദാസന്മാർ എഴുന്നേറ്റ് എപ്പോഴാണെന്നറിയാമോ? വാടക വീട്ടിൽ താമസിച്ച് അവൻ മാറി ഉടുക്കാൻ, അവൻ 1-2 പാൻറ്റും ഒരു ഷർട്ടുമല്ലാതെ, മാറി ഉടുക്കാൻ വസ്ത്രമില്ലാതെ, അവൻ എന്തിനേറെ സ്വന്തം ഇരുന്ന് ആരാധിക്കാൻ ഒരു കെട്ടിടം പോലും ഇല്ലാതെ, വാടക കെട്ടിടത്തിനകത്ത് കറണ്ട് പോലും ഇല്ലാത്തിടത്തിരുന്ന് ആ കഷ്ടതയുടെ നടുവിൽ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ നൂറുകണക്കിന് ആളുകളാണ് രക്ഷിക്കപ്പെട്ടത്. കൂട്ടമായാണ് സ്നാനം നടന്നത്. നമ്മുടെ ചിന്ത എന്നാന്നറിയാമോ? എന്റെ തല ഉയരുമ്പോഴാണ് ജനം ശ്രദ്ധിക്കുന്നത്, ഞാൻ മാനിക്കപ്പെടുമ്പോഴാണ് എല്ലാവരും എന്നെ ശ്രദ്ധിക്കുന്നത്. ഇന്ന് പ്രഭാതത്തിൽ അങ്ങനെ ഒരു ചിന്ത നിങ്ങൾ മാറ്റിവെക്കുക. നിങ്ങൾ മാനിക്കപ്പെടുമ്പോൾ മാത്രമല്ല, നമ്മൾ ഉയർച്ച പ്രാപിക്കുമ്പോൾ മാത്രമല്ല, നമ്മുടെ താഴ്ചയിലോ ദൈവത്തെ തിരിച്ചറിയാൻ ദൈവം ചിലരെ മാറ്റി നിർത്തിയിട്ടുണ്ട്. ആമേൻ, സ്തോത്രം. നമ്മുടെ പ്രാർത്ഥനയുടെ ശൈലി ഒന്ന് മാറ്റിപ്പിടിച്ചാൽ നല്ലതാണ്. ഒരു ഹല്ലേലൂയ പറ. അന്ന് അങ്ങനെ പറഞ്ഞെന്നറിയാമോ? നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്ന, കർത്താവേ എന്നെ നീ അങ്ങ് മാനിക്ക്. എന്നെ മാനിച്ചെന്ന് എൻ്റെ വീട്ടുകാരും നാട്ടുകാരും ചാർച്ചക്കാരും ഒക്കെ കണ്ടു കഴിയുമ്പോൾ അവരെന്ത് ചെയ്യും? അവരെ വിശ്വസിച്ച് അവരും ചേർന്ന് വരും. പക്ഷെ ഞാൻ എഴുതി രജിസ്റ്റർ ചെയ്ത് നിങ്ങളുടെ കയ്യിൽ തരാം. നിങ്ങൾ ഈ പട്ടണത്തിൽ ഏറ്റവും വലിയ പ്രഭുക്കനായിട്ട് നിങ്ങൾ മാനിക്കപ്പെട്ടിരിക്കുമ്പോൾ നിങ്ങൾക്കൊരാത്മാവിനെ പോലും നേടാനൊക്കത്തില്ല. ഞാൻ എഴുതിത്തരാം. അങ്ങനെ ആയിരുന്നെങ്കിൽ ഫോർട്ട് കൊച്ചിയിൽ അവൻ നമ്പർ 1 നിൽക്കുന്ന പലരും വിശ്വാസത്തിൽ ഈ പട്ടണത്തിലുണ്ട്. ആമേൻ. കോടീശ്വരന്മാരായ ആളുകൾ ദൈവത്തെ സേവിക്കാൻ ഈ പട്ടണത്തിൽ ദൈവം എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. എനിക്ക് വ്യക്തിപരമായി അറിയാം. ഈ പട്ടണത്തിൽ ഏറ്റവും സമ്പന്നനായ ഒരു മനുഷ്യൻ ഏകദേശം 9 വർഷങ്ങൾക്ക് മുമ്പ് ഒരു രാത്രിയിൽ എൻ്റെ വീട്ടിൽ വന്നു. ആമൻ പ്രാർത്ഥിച്ചു. എന്നെ അമ്മ തൻ്റെ വീട്ടിൽ ക്ഷണിച്ചു. രാത്രിയിൽ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി പ്രാർത്ഥിച്ചു. അവർ രക്ഷിക്കപ്പെട്ടു. ആമേൻ. അവർ ദൈവത്തെ സേവിക്കാൻ ഇറങ്ങി. നാളുകൾ കഴിഞ്ഞപ്പോൾ താൻ എന്നോട് പറഞ്ഞു എന്നാണെന്നറിയാമോ? പാസ്റ്റേ, എനിക്ക് എൻ്റെ കുടുംബത്തിൽ നിന്ന് ഒരാളെ പോലും നേടാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഞാൻ ഒറ്റൊരു ദൂത് പറയുക, ഞാൻ പരിഹസിക്കുകയല്ല. ആമൻ. വാടക വീട്ടിൽ താമസിക്കുന്ന ഒരുപാട് പേര് ഇതിനകത്തുണ്ട്. അവര് ഒരുപാട് ആത്മാക്കളെ കൈക്ക് പിടിച്ച് ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അവരെയൊക്കെ ശക്തന്മാരായവ. നമ്മുടെ കണ്ടീഷൻ മാറട്ടെ, നമ്മുടെ ചിന്ത മാറട്ടെ. എന്തോ നന്മകൾ നമുക്കുണ്ടാകുമ്പോൾ മാത്രമല്ല നമുക്ക് ആത്മാക്കളെ നേടാൻ കഴിയുന്നത്. നമ്മുടെ ഇല്ലായ്മയിലും നമ്മുടെ കണ്ണുനീരിലോ നമുക്ക് ഈ ദൈവത്തെ വെളിപ്പെടുത്താൻ കഴിയുന്നതാണ് ഏറ്റവും വലിയ ദൈവഹിതം. അവിടെയാ ദൈവഹിതം, അവിടെയാ ദൈവഹിതം. സ്തോത്രം പറ. അവിടെയാണ് ദൈവഹിതം വെളിപ്പെടുന്നത്. ഞാൻ സ്തോത്രം ഇങ്ങനെ പറയുക. ആമേൻ. കഴിഞ്ഞ ദിവസം ഞാൻ പേരൊന്നും പറയുന്നില്ല, നമ്മുടെ ചർച്ചിൽ ഒരു സഹോദരൻ, താൻ വാടക, ഞാൻ അതുകൊണ്ട് വാടകയ്ക്കാണ് താമസിക്കുന്നത്. പക്ഷെ താൻ ജോലി ചെയ്യുന്ന ആ ജോലി സ്ഥലത്തെ ആമേൻ എഞ്ചിനീയറെ താൻ പിടിച്ചോണ്ട് വന്നേക്കുക പ്രാർത്ഥിക്കാൻ. തനിക്ക് വീടില്ല. താൻ ആ മനുഷ്യന്റെ കമ്പനി ജോലി ചെയ്യുന്നു. പക്ഷെ ജോലിക്കിടയിൽ എപ്പോഴും ഒരു സമയം കിട്ടിയപ്പോൾ താൻ ആ മനുഷ്യനോട് പറഞ്ഞു, സാറേ ഞാൻ ആരാധനക്ക് പോകുന്നൊരിടമുണ്ട്, സാറ് ഫ്രീ ആണെങ്കിൽ വന്നാൽ ഒന്ന് നോക്ക്. അവിടെ വന്നാൽ നിങ്ങൾക്ക് ദൈവശബ്ദം കേൾക്കാം, അവിടെ വന്നാൽ നിങ്ങൾക്ക് ദൈവത്തെ ആരാധിക്കാം. ആ മനുഷ്യനെ ഇവിടെ കൊണ്ടുവന്നു. ഞായറാഴ്ച ഇവിടെ ആരാധന കൂടി. പിറ്റേ ദിവസം തിങ്കളാഴ്ച ഞാൻ താമസിച്ച വീട്ടിനകത്ത് ആ മനുഷ്യൻ വന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഭാരങ്ങളുടെ നടുവിലും വേദനയുടെ നടുവിലും ദൈവത്തെ മുറുകെ പിടിക്കുന്ന ദൈവ പൈതലേ, നിന്നിലൂടെ ദൈവമഹത്വം തെളിയിക്കാൻ, നിന്നിലൂടെ ദൈവത്തിന്റെ തേജസ് ദൈവത്തിന് വെളിപ്പെടുത്താൻ ഇന്ന് പകൽ ആശയുണ്ട്. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. ഒന്ന്, യേശുവിന്റെ കഠിന വേദനയിലും യേശു കർത്താവിന് പറുദീസ കൊണ്ടുപോകാൻ ഒരു കള്ളനെ കിട്ടി. പൗലോസും ശീലാസിന്റെയും കഠിന ഭാരങ്ങളുടെ നടുവിലും അവൻ ഒരാളെയല്ല, അവൻ കാരാഗൃഹ പ്രമാണിയുടെ കുടുംബത്തെ മാത്രമല്ല, കാരാഗൃഹത്തെ കിടന്ന സകലത്തെയും ദൈവകൃപയിലേക്ക് നടത്താൻ ദൈവം മുഖാന്തരം ഒരുക്കി. നല്ലൊരു ഹല്ലേലൂയ എന്ന് പറയാമോ? ഇനി മറ്റൊരു ചിന്ത കൂടി എൻ്റെ ഉള്ളത്തിൽ വന്നത് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം, അല്ലേ? ഒരു രാജ്യം
മറ്റൊരു രാജ്യത്ത് വന്ന് യുദ്ധം ചെയ്തു. യുദ്ധം ചെയ്ത് ആ രാജ്യത്തെ മുഴുവൻ പരാജയപ്പെടുത്തി. ഇവിടെ ഉള്ള ആളുകളെയെല്ലാം അവർ മോട്ടിച്ചോണ്ട് പോയി. ആമേൻ, പിടിച്ചോണ്ട് പോയ കൂട്ടത്തിലെ ആ പട്ടണത്തിൽ നിന്ന് ഒരു കൊച്ചു പെൺകുട്ടിയെയും അവർ പിടിച്ചോണ്ട് പോയപ്പോൾ ഈ കൊച്ചിനെ കാണാൻ കൊള്ളാം, ഇവൾ മിടുക്കിയ, ആമേൻ, ബാലകിയ. ആമേൻ, ഇവളെ ആ രാജ്യത്തെ രാജാവിൻ്റെ സൈന്യാധിപൻ ഇവളെ വീട്ടിൽ തൻ്റെ ഭാര്യയ്ക്കൊരു കൈത്താങ്ങലായി ആ അടുക്കളയിൽ കൊണ്ടുപോയി പണിക്കാക്കി. ഒരു സ്വതന്ത്രം പറ. അവൾക്ക് എവിടം വരെ വരാം? അടുക്കള വാതിൽ വരെ അവൾക്ക് വരാം. അവളെ കിടപ്പവിടെയായിരിക്കും. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോ, ഒന്ന് ഇമാജിൻ ചെയ്തേ. അവളെ കിടപ്പവിടെയാണ്. അടുക്കള വാതിലിൻ്റെ പുറത്ത് ഒന്ന് അടിമയാണ്, രണ്ട് വീട്ടിലെ വേലക്കാരിയാണ്. അവൾക്ക് വരുന്നതിന് ഒരു ബൗണ്ടറി ഉണ്ട്, അതിനപ്പുറത്തേക്ക് അവൾ വരാൻ പാടില്ല. പക്ഷെ ഒരു ദിവസം എൻ്റെ ഒരു ഭാവനയാണ്, പാത്രം കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ, ആ കിച്ചൺ അടിച്ച് വാരിക്കൊണ്ടിരിക്കുമ്പോൾ ആരോ പറയുന്നു, ഈ വീട്ടിലെ സാറിന് ആമൻ കുഷ്ഠരോഗം പിടിക്കപ്പെട്ടിരിക്കുകയാണ്. ആമേൻ. എങ്ങനെയോ ഈ കൊച്ചു ബാലകിയുടെ ചെവിയിൽ ആ അടുക്കളയിൽ നിൽക്കുമ്പോൾ ഈ വാർത്ത അവൾ കേട്ടു. ഒരു ദിവസം തൻ്റെ മേഡത്തെ ഒന്നടുത്ത് കിട്ടാൻ അവൾ കാത്തിരുന്നു. ഒരു ദിവസം ഇതാ തൻ്റെ മേഡം തൻ്റെ അടുക്കലേക്ക് വരുന്നത് കണ്ട് കൈകൾ കൂപ്പിക്കൊണ്ട് മുട്ടുകാല് വിറച്ചുകൊണ്ട് പതറിയ സൗണ്ടിൽ അവൾ ഇങ്ങനെ ചോദിച്ചു, ആമൻ മേഡം, ഞാനൊരു വാക്കൊന്ന് പറഞ്ഞോട്ടെ, എന്നെ ഒന്നും ചെയ്യരുത്, ഒന്നും എന്നെ തെറ്റിദ്ധരിക്കരുത്, ഞാനൊരു വാക്ക് പറഞ്ഞോട്ടെ. സാറിന് വയ്യ എന്ന് ഞാൻ അറിഞ്ഞു, എന്നാൽ മറ്റൊന്നും വിചാരിക്കല്ലേ, ഞങ്ങളുടെ പട്ടണത്തിൽ, ശമരിയ പട്ടണത്തിൽ ഒരു പ്രവാചകൻ ജീവനോടെയുണ്ട്. അവിടം വരെ അങ്ങൊന്ന് പോയിരുന്നെങ്കിൽ ആ സൗഖ്യം അവിടെ നിന്ന് കിട്ടിയേനെ. സ്വത്രം. എന്റെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, അടുക്കളക്കകത്ത് കിടക്കുന്ന കൊച്ചേ, ആമ ബന്ധിക്കപ്പെട്ടവളല്ലേ നീ അടിമപ്പെണ്ണല്ലേ? നീ ഇതിനകത്ത് വന്നത് അടിമയായിട്ടല്ലേ? നീ വന്നുപെട്ടത് അടിമ ചന്തയിന്നല്ലേ? നിന്റെ രാജ്യം പിടിക്കപ്പെട്ടില്ലേ? നിന്റെ രാജ്യത്തിന് രക്ഷയില്ലല്ലോ. എന്നിട്ടും അവൾ പറയുന്നു, ശമര്യയിൽ ഒരു ദൈവമുണ്ട്. ഓ ശബന സന്തനാഥല്ല. നിങ്ങൾ ആ വാക്യം വായിച്ചിട്ടുണ്ടോ? ഇന്ന് തന്നെ പോയി 2 രാജാക്കന്മാരുടെ പുസ്തകം വായിക്കണം കേട്ടോ. 3, 4, 5 അധ്യായങ്ങൾ വായിക്കണം. ഭയങ്കര രസമായ ചരിത്രമാണ്. അങ്ങ് അവിടം വരെ ഒന്ന് പോയിരുന്നെങ്കിൽ, അങ്ങ് അവിടം വരെ ഒന്ന് ചെന്നിരുന്നെങ്കിൽ. എനിക്ക് ഏറ്റവും ഇഷ്ടം എന്താണെന്നറിയാമോ? അരാം രാജ്യത്തെ നയമാൻ നിമിത്തം അരാം രാജ്യത്ത് ഉന്നത വിജയമാണ് കിട്ടിയിട്ടുള്ളത്. അരാം രാജാവ് ഈ മനുഷ്യനെ പ്രമോഷൻ കൊടുത്ത് അങ്ങേ അറ്റം കയറ്റി വെച്ചേക്കുക. കാരണം എന്താണെന്നറിയാമോ? നയമാൻ പോയ ഒരൊറ്റ യുദ്ധം പോലും പരാജയപ്പെട്ടിട്ടില്ല. അത്രയും പ്രൗഢിയോടെ ജീവിക്കുന്ന ആമൻ നയമാനോട് പറഞ്ഞത് ഒന്ന് ചെന്നിരുന്നെങ്കിൽ. എന്തൊരു താഴ്മയുള്ള മനുഷ്യൻ. ഒരല്ലല്ലോ എന്ന് പറഞ്ഞു. എനിക്ക് ഈ മനുഷ്യനെ അപ്രിഷ്യേറ്റ് ചെയ്യണം. എന്നാന്നറിയോ? ഇത്രയും പ്രശസ്തി പത്രം കയ്യിൽ കിട്ടിയിട്ടും, ഇത്രയും സർട്ടിഫിക്കറ്റ് മുഴുവൻ ആമൻ സ്തോത്രം തൻ്റെ ഷോക്കേസ് നിറച്ചു വെച്ചിട്ടും ഒരു കൊച്ചു പെൺകുട്ടി പറഞ്ഞത് കേട്ട് ഈ പുള്ളി പോയേക്കിയ പ്രവാചകന്റെ അടുക്കൽ. ഒരു സ്തോത്രം ചെയ്തേ. ഹല്ലേലൂയ. അവിടെ ചെന്ന് കേട്ടോ, പോയി നേരെ ചെന്ന് എവിടെയെന്നറിയാമോ? നേരെ ചെന്നത് ശമേൻ ഇസ്രായേൽ രാജാവിൻ്റെ അടുത്താണ്. രാജാവിൻ്റെ അടുക്ക് ചെന്നിട്ട് അവൻ ചീട്ടൊക്കെ കൊടുത്തു. അരാം രാജാവ് ഒരു ചീട്ട് കൊടുത്തു വിട്ടിരുന്നു ഇസ്രായേൽ രാജാവിന്. ആ ചീട്ട് ഇങ്ങനെയാണ്. രാജാവ് തുടർന്ന് വായിച്ചു, എൻ്റെ ഏറ്റവും ശ്രേഷ്ഠനും എൻ്റെ രാജ്യത്ത് എന്നെ ഉന്നത വിജയം തരുന്ന നയമാൻ നിങ്ങളുടെ അടുക്കൽ വന്നിട്ടുണ്ട്. നീ അവനെ സൗഖ്യമാക്കി തിരിച്ചുവിടണം. പ്രവാചകന്റെ അടുത്തല്ല പോയത്, രാജാവിൻ്റെ അടുത്താണ് വന്നേ. രാജാവ് എന്നാ ചെയ്യുന്നറിയാമോ? രാജവസ്ത്രം 2ആയിട്ട് വലിച്ചങ്ങ് കീറിയിട്ട് യോജിച്ചു. സൗഖ്യമാക്കാനും മരണത്തിൽ നിന്ന് കൊണ്ടുവരാനും ഞാൻ എന്നാ ദൈവമാണോ? ഈ പുള്ളി അങ്ങ് നയമാനോട് അങ്ങ് കുദ്രിച്ചു. നയമാന്റെ നേരെ അങ്ങ് ശോഭിച്ചു നിൽക്കുമ്പോ ഈ വാർത്ത ഏലീശ അറിഞ്ഞു. ഏലീശ ആളയച്ചിട്ട് പറഞ്ഞു, അല്ലയോ ഇസ്രായേൽ രാജാവേ, അങ്ങെന്തിനാ വസ്ത്രം കീറിയത്? ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന പെൺകുട്ടി അവളുടെ ജീവിതം പോലും മറന്ന് എന്നിലേക്ക് പറഞ്ഞു വിട്ട ആ മനുഷ്യനെ എൻ്റെ അടുക്കിലേക്ക് വിട്, ഞാൻ അവനെ സൗഖ്യമാക്കാം.
കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ പറ്റുമോ? നേരെ പ്രവാചകന്റെ വീട്ടിൽ വരുന്നു. ആ സംഭവങ്ങൾ ഓടിച്ചു പറയാം. പ്രവാചകന്റെ വീട്ടിൽ വരുന്നു. പ്രവാചകൻ ഇരിക്കുന്ന മുറിക്കകത്തെന്ന് എഴുന്നേൽക്കുന്നില്ല. ഗേഹസിയോട് പറയുന്നു, നീ ചെന്നിട്ട് അവനോട് പറയുക 7 പ്രാവശ്യം ഈ യോർദാനിൽ മുങ്ങിയിട്ട് വരാൻ. അങ്ങനെ യോർദാനിൽ മുങ്ങി കഴിയുമ്പോൾ നീ സൗഖ്യമാകും. ഗേഹസി വന്നിട്ട് പറയുന്നു. പക്ഷെ നയമാൻ അവിടെയും ശോഭിച്ചു. നയമാൻ വിചാരിച്ചത് കൂടാരത്തിന് വെളി വന്ന് കൈയെല്ലാം ഇങ്ങനെ വീശി ആമൻ സൗഖ്യമാകട്ടെ എന്ന് പറയുമ്പോൾ സൗഖ്യമാകും എന്നാണ്. ആമൻ നേരെ പുള്ളി പോകാൻ നേരത്തെ പുള്ളി ഇങ്ങനെ പറഞ്ഞു, ആമേൻ, അരാമിൽ എത്ര നല്ല സൂപ്പർ നദികളുണ്ട്, എനിക്ക് അവിടെ മുങ്ങിയാ പോരെ. പോകുന്നതൊക്കെ കൂടെ ഒരുത്തനുണ്ടായിരുന്നു, വിവരമുള്ളവൻ. കൂടെ ഒരുത്തനുണ്ടായിരുന്നു, ഒരു അല്ലലിയോ എന്ന് പറഞ്ഞ്. കൂട്ടത്തിൽ ഏതെങ്കിലും ഒരുത്തം വിവരമുള്ളതുണ്ടെങ്കിൽ നമ്മൾ അനുഗ്രഹിക്കപ്പെടും. ഇതല്ലേ പറഞ്ഞ്. അവൻ ഈ പുള്ളി പറഞ്ഞു, സാർ ഒന്ന് ചിന്തിച്ചേ, ഈ പ്രവാചകൻ മറ്റൊന്നും പറഞ്ഞില്ലല്ലോ, ഒന്ന് മുങ്ങാനല്ലേ പറഞ്ഞുള്ളൂ. ഒരു അല്ലലി എന്ന് പറയാ. ഈ പുള്ളി പോയി മുങ്ങി. 7 പ്രാവശ്യം മുങ്ങി പൊങ്ങുമ്പോൾ ബൈബിൾ പറയുന്നു, ഒരു കൊച്ചു കുഞ്ഞിൻ്റെ ശരീരം പോലെ ഈ മനുഷ്യൻ്റെ ശരീരം അങ്ങായി. ഹല്ലേലൂയ. ഇനി അത്രയല്ലേ ഉള്ളൂ. ഇനി അടുത്തത്, ഈ മനുഷ്യൻ നേരെ തിരിച്ച് ഏലീശ അടുക്കൽ വരുന്നു. കൊണ്ടുവന്ന സ്വർണവും വെള്ളിയും പൊന്നും എല്ലാം കൊടുക്കുന്നു. ഏലീശ നിരസിക്കുന്നു. പോകാൻ നേരത്ത് പുള്ളി പറയുന്നു, സാറേ, ഒരു കാര്യം കൂടി ചോദിച്ചോ. എനിക്ക് ഒരു 2-3 കഴുത ചുമട് മണ്ണൂടി ഒന്ന് കൊണ്ടുപോയിക്കോട്ടെ. ഒരല്ലലി എന്ന് പറഞ്ഞ്. എന്തിനാ ഈ മണ്ണ് എനിക്ക് അവിടെ കൊണ്ടുപോയി വെച്ച് യാഗപീഠം അടിച്ച് തമ്പുരാനെ ആരാധിക്കാനാ. എന്നിട്ട് പുള്ളി അവസാനം ഒരു പദം പറഞ്ഞു, അതുകൂടി ഇന്ന് വീട്ടിൽ ചെന്ന് വായിച്ചേക്കണം. എനിക്കിപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ലോകത്തൊരു ദൈവം ഉണ്ടെങ്കിൽ ആ ദൈവം നിങ്ങളുടെ ദൈവമാണ്. ഹല്ലേലൂയ. ജീവനോടൊരു ദൈവമുണ്ടെങ്കിൽ, ആമേൻ, പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ, കൊല്ലാനും ജീവിപ്പിക്കാനും മരിപ്പിക്കാനും കഴിയുള്ള ഒരു ദൈവം ഉലകത്തിൽ ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ രാജ്യത്താണ്. ആ ദൈവമാണ് യഥാർത്ഥ ദൈവം. ആ ദൈവത്തെ പോലെ വേറൊരു ദൈവമില്ല. ഒരു ദൈവമുണ്ട്. ആ ദൈവം നിങ്ങളുടെ ദൈവമാണ്. ആ ദൈവം ഇസ്രായേലിന്റെ ദൈവമാണ്. ദൈവമക്കളെ, എത്ര പേർക്ക് സന്തോഷമുണ്ട്? നയമാൻ വന്ന് സൗഖ്യമാകുമ്പോഴും, നയമാൻ വന്നിട്ട് ദൈവത്തെ ഇങ്ങനെയൊക്കെ ലിഫ്റ്റ് ചെയ്യുമ്പോഴും, ആമേൻ, ഈ കൊച്ചു പെണ്ണെവിടെയാ? അടുക്കളയില. എനിക്കിപ്പോഴും മനസ്സിലാകാത്ത കാര്യം പറയട്ടെ. നയമാന്റെ കുഷ്ഠം മാറ്റി ഇത്രയും അത്ഭുതം ചെയ്ത ദൈവത്തിന് ഇവളെ അടുക്കളക്കകത്തൊന്ന് വിടുവിച്ചുകൂടെ? കുഞ്ഞേ, ദൈവം നിയമിച്ച ഒരു സമയം വരെ ഉള്ളൂ നീ അടുക്കളക്കകത്ത്. അതിനപ്പുറത്ത് നീ വരും. അതിനപ്പുറത്ത് നീ പുറത്തു വരും. അത് ദൈവത്തിന്റെ പദ്ധതിയാണ്. ആ ദൈവത്തിന്റെ പദ്ധതിക്കകത്തുനിന്ന് ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരും. കണ്ണുനീരിന്റെ നടുവിലും, വേദനയുടെ നടുവിലും, ഭാരത്തിന്റെ നടുവിലും ഈ ദൈവത്തെ വിളിച്ചു പറ, ഈ ദൈവത്തെ ഉയർത്തിപ്പറ, ഈ ദൈവത്തെ ഒന്ന് തിരിച്ചു പിടിച്ച് ആശ്രയിച്ചു പറ. സ്തോത്രം. BC-യിൽ ജീവിച്ച പെൺകുട്ടിയാ. എന്നാണ് പുതിയ സത്യവേദ പുസ്തകത്തിനകത്ത് രൂത്തിൻ്റെ പുസ്തകം എഴുതിയ ചരിത്രമൊക്കെ ഉണ്ട്. രാജാക്കന്മാരുടെ പുസ്തകം എഴുതിയ ചരിത്രം BC എത്രാം ആണ്ടിലാന്ന്. BC-യിൽ കുശീഞ്ഞക്കകത്ത് കിടന്ന കൊച്ചിനെക്കുറിച്ച് AD 2022 ഫോർട്ട് കൊച്ചിയിൽ ഞാൻ പറയണമെങ്കിൽ അവൾ എത്രമാത്രം പ്രശസ്തി പ്രാപിച്ചു. എന്താ കാര്യം? അവൾ മരിച്ചിട്ട് എത്രയോ നൂറ്റാണ്ടായി. പക്ഷെ ഇന്ന് ഈ ഫോട്ടോ വെച്ച് ഞാൻ ആ കൊച്ചിനെ കുറിച്ച് പറയാൻ കാര്യം എന്നാണെന്നറിയോ? അവളുടെ വേദന മറന്ന് അവൾ ദൈവത്തിൽ ആശ്രയിച്ചു. അവളുടെ ഭാരം മറന്ന് അവൾ ദൈവത്തിൽ ആശ്രയിച്ചു. ഇന്ന് പകലിൽ ആ കരം അടിച്ച്, കരം തട്ടി, കരങ്ങൾ കൂട്ടിയടിച്ച് ഒന്ന് ദൈവത്തോട് പറ, എൻ്റെ വേദനയുടെ നടുവിലും, എൻ്റെ ഭാരങ്ങളുടെ നടുവിലും, എൻ്റെ പ്രയാസത്തിന് നടുവിലും ഞാൻ എൻ്റെ ദൈവത്തിൽ തന്നെ ആശ്രയിക്കും. ആമേൻ. ടൈറ്റാനിക് എന്ന് പറയുന്ന കപ്പൽ മുങ്ങി. നാളുകൾ കഴിഞ്ഞു, വർഷങ്ങൾ കഴിഞ്ഞു. ആ കപ്പൽ തകർന്നു പോയത് മാത്രം നമ്മളെല്ലാം കേൾക്കുകയും അറിയുകയും വായിക്കുകയും ഒക്കെ ചെയ്തു.
എന്നാൽ ഒരുപാട് നാളുകൾ കഴിഞ്ഞപ്പോൾ ഇംഗ്ലണ്ടിൻ്റെ തെരുവിൽ നിന്നുകൊണ്ട് ഒരു മനുഷ്യൻ യേശുവിനെ പ്രസംഗിക്കുന്നു. ആരാണ് ഈ മനുഷ്യൻ? ഭയങ്കര പ്രസംഗം, ഇളക്കി മറിച്ച് പ്രസംഗിക്കുന്നു. തൻ്റെ അടുക്കൽ വരുന്നവർക്കെല്ലാം തെരുവിൽ നിന്ന് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഭയങ്കര പ്രാർത്ഥന, ഭയങ്കര മിറക്കൽ. ആളുകൾ ഓടിക്കൂടി തൻ്റെ അടുക്കൽ വന്നപ്പോൾ താൻ പതുക്കെ തൻ്റെ സാക്ഷ്യം പറയാൻ തുടങ്ങി. നിങ്ങൾക്കറിയണോ ഞാൻ ആരാണെന്ന്? അറിയില്ല. ആ വലിയ മഹാസമുദ്രത്തിൽ കോടീശ്വരന്മാർ മാത്രം, മഹത്തുക്കൾ മാത്രം കയറിപ്പോയ കപ്പലിൽ ഞാനും ഉണ്ടായിരുന്നു. ഐസ് മലയിലിടിച്ച കപ്പൽ തകർന്ന് തരിപ്പണമായി മുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും ജീവന് വേണ്ടി ആമേൻ മരണമാ നിലവിളി അവിടെ ഉയർന്നിരിക്കുമ്പോൾ എനിക്ക് ലൈഫ് ബോയ് ഒന്നും കിട്ടിയില്ല. ആ തണുത്തുറച്ച ആ മഹാസമുദ്രത്തിൽ ഞാൻ മരിക്കാൻ തുടങ്ങുമ്പോൾ എൻ്റെ അടുത്തൊരു മനുഷ്യൻ രക്ഷപ്പെടാൻ ഒരു ബോയൊക്കെ പിടിച്ച് ഇങ്ങനെ നീന്തി കിടക്കുക. തനിക്കെന്നെ രക്ഷിക്കാൻ കഴിയത്തില്ല, ഞാനിങ്ങനെ മുങ്ങിത്താഴും എന്ന് കണ്ടപ്പോൾ ആ മനുഷ്യൻ എന്നോടൊരു ചോദ്യം ചോദിച്ചു. ബ്രദർ, നീ രക്ഷിക്കപ്പെട്ടതാണോ? തണുത്ത് ഐസ് മലയിൽ ഇടിച്ച് കപ്പൽ തകർന്ന് മുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഒരുത്തനോട് ചോദിച്ചാൽ എന്തായിരിക്കും മറുപടി? അടുത്ത ചോദ്യം, നീ യേശുവിനെ സ്വീകരിച്ചോ? പുള്ളി പറഞ്ഞില്ല. തൻ്റെ കയ്യിലിരുന്ന ഈ ലൈഫ് ബോട്ടുണ്ടല്ലോ, അത് ഈ മനുഷ്യന് കൊടുത്തിട്ട് പറഞ്ഞു, ഞാനൊരു ദൈവദാസനാ, ഞാനൊരു അഭിഷിക്തനാ, ഞാൻ നിത്യത ചെല്ലും, ഞാൻ നിത്യത പോകും, പക്ഷെ നീ യേശുവിനെ അറിയണം. അതിൽ കയറി ആ മനുഷ്യൻ രക്ഷപ്പെട്ടു. ആ മനുഷ്യൻ ഒരു അഭിഷിക്തനായി മാറി. പിന്നത്തേതിൽ ശക്തനായ ഒരു സുവിശേഷകനായി മാറി. ആമേൻ. ആ ഇടയ്ക്കിൽ ഈ ഐസ് മലയിൽ താൻ ഇങ്ങനെ മുങ്ങിത്താഴുമ്പോൾ കപ്പലിൻ്റെ പൊക്കത്തൊരു പാട്ട് കേൾക്കുന്നുണ്ടായിരുന്നു എന്നാ പറഞ്ഞേ, നിന്നോട് ഞാൻ ചേരട്ടെ. അല്ലേ? ആമേ. താൻ മുങ്ങിത്താഴുമ്പോഴും മറ്റൊരുത്തന് താൻ രക്ഷപ്പെടേണ്ട ബോട്ടിട്ട് കൊടുത്തതിൻ്റെ ചരിത്രം എന്താണെന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. തനിക്കറിയാം, താൻ സ്നേഹിക്കുന്ന ദൈവത്തിൽ ആശ്രയിച്ചാൽ മരണത്തിനപ്പുറവും തന്നെ കൈവിടാത്തൊരു ദൈവമുണ്ട്. ആമേൻ. ഞാൻ അവസാനിക്കുക. ഒത്തിരി പറയാനുണ്ട്, ഒരുപാട് പറയാനുണ്ട്, പക്ഷെ ഞാനിനി മുന്നോട്ട് പോകുന്നില്ല. ഈ കൊച്ചു മെസ്സേജ് നിങ്ങളുടെ അകത്തുണ്ടാകണം. ഇന്നൊരു തീരുമാനമെടുക്കണം. എൻ്റെ വേദനയുടെ നടുവിലും ഞാൻ എൻ്റെ ദൈവത്തിൽ തന്നെ. യോബിൻ്റെ ഒരു വാക്ക് നിങ്ങൾക്കൊന്ന് ചേർന്ന് പറയാമോ? യോബ് പറഞ്ഞൊരു പാത, അവൻ എന്നെ, എൻ്റെ പൊന്നെ, എന്തൊരു വാക്കല്ലേ, എന്തൊരു പദവാ നോക്കി. അവൻ എന്നെ കൊന്നാലും ഞാൻ അവനായി തന്നെ. നമ്മളൊക്കെ ആ പ്രതിസന്ധിക്കകത്ത് ചെന്ന് പെട്ട് നമുക്ക് പറ്റുമോ? അവൻ എന്നെ കൊന്നാലും ഞാൻ അവനായി കാത്തിരിക്കും. എന്നിട്ട് അടുത്ത വാക്യം എന്നാന്നറിയോ? എൻ്റെ നടപ്പ് അവൻ്റെ മുമ്പാകെ തെളിയിക്കും, ഞാൻ തെളിയിക്കും. അവൻ എൻ്റെ നടപ്പ് ഞാൻ അവൻ്റെ മുമ്പാകെ തെളിയിക്കും. പൗലോസ് ഒരുപക്ഷെ ഈ വാക്ക് കടമെടുത്തായിരിക്കും ഇങ്ങനെ പറഞ്ഞത്, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അവൻ എൻ്റെ കണ്ണുകളടയ്ക്കാം. ആ വരികളൊന്ന് ചേർന്ന് പറയാമോ? നിന്നോട് ദൈവമേ ഞാൻ ചേരട്ടെ, നിൻ ക്രൂശു ഞാൻ വഹിക്കുന്നാലുമേ, എൻ ഗീതം എന്നുമേ നിന്നോടൻ എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? നോടൻ
ദൈവമേ ഞാൻ ചേരട്ടെ, ദാസൻ യാക്കോബേ കാലത്തിൽ വൻ കാട്ടിൽ കല്ലിന്മേൽ ഊറങ്ങുകിൽ എൻ സ്വപ്നത്തിലുമേ നിന്നോട് ഒന്ന് ചേർന്ന് പറ, നിന്നോടൻ ദൈവമേ ഞാൻ ചേരട്ടെ. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് നിന്നോടൻ ദൈവമേ ഞാൻ ചേരട്ടെ. വാഞ്ചയോടെ പറയാമോ? നിൻ ക്രൂശ് ഞാൻ വഹിക്കുന്നാലുമേ എൻ ഗീതം എന്നുമേ നിന്നോട് അപ്പാ യേശുപ്പാ നിന്നോട് ദൈവമേ ഞാൻ ചേരട്ടെ. നീ എന്നെ നടത്തും വീണേത്തും ഏണിപ്പോ പ്രകാശമാ ദൂതർ വിളിക്കുന്നു നിന്നോടൻ ദൈവമേ നിന്നോട് ദൈവമേ ഞാൻ ചേരട്ടെ. ഊണന്നു ഞാൻ നിന്നെ സ്തുതിച്ചിടും കൽത്തല ഈണയേ ലാക്കും എൻ തുമ്പത്താലുമേ നിന്നോടൻ ദൈവമേ നിന്നോടൻ ദൈവമേ ഞാൻ ചേരട്ടെ. നിന്നോടൻ ദൈവമേ ഞാൻ ചേരട്ടെ.
നമ്മുടെ രണ്ട് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെക്കാമോ? ഇന്നൊരു തീരുമാനമെടുക്കണം. എൻ്റെ ഭാരങ്ങളുടെയും എൻ്റെ വേദനയുടെയും എൻ്റെ പ്രയാസത്തിൻ്റെയും നടുവിൽ ഞാൻ ദൈവത്തിൽ തന്നെ ഞാൻ ആശ്രയിക്കും. ജഡത്തെ തൻ്റെ പുച്ഛമാക്കി മനുഷ്യനിൽ ആശ്രയിക്കാതെ ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ ആട്ടരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലിരിക്കും. അവൻ്റെ വേരുകൾ ആഴത്തിലേക്ക് പതിക്കും. ഇന്ന് നമുക്ക് പറയാം, ദൈവമേ, ഞാൻ നിന്നിൽ തന്നെ ആശ്രയം വെക്കുന്നു. പ്രിയ പിതാവേ, നിന്റെ ജനത്തെ ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. കർത്താവേ, ഞങ്ങൾ ഇന്ന് തീരുമാനമെടുക്കുന്നു, യേശുവിൻ്റെ പ്രാണവേദനയിലും അങ്ങ് പിതാവിൽ ആശ്രയിച്ചു. അതുകൊണ്ട് നിത്യത പോകാൻ ഒരു കള്ളനെ അങ്ങക്ക് കിട്ടി. പൗലോസിന്റെയും ശീലാസിന്റെയും വേദനയുടെ നടുവിൽ വേദന മറന്ന് അവർ ദൈവത്തെ ആരാധിച്ചു. കാരാഗൃഹ പ്രമാണിയും കുടുംബവും രക്ഷിക്കപ്പെട്ടു. കർത്താവേ, തള്ളപ്പെടുമ്പോഴും ഒറ്റപ്പെടുമ്പോഴും അടിമ ചന്തയിൽ കൊണ്ടുപോയി വിൽപ്പന ചരക്കായി മാറ്റിയപ്പോഴും ആ നയമാന്റെ വീട്ടിലെ പാലകി ദൈവത്തിൽ തന്നെ അവൾ ആശ്രയിച്ചു. ദൈവം അവളെ വിടുവിച്ചു. എല്ലാം നഷ്ടപ്പെട്ടപ്പോഴും രൂത്ത് ദൈവത്തിൽ തന്നെ ആശ്രയിച്ചു. ദൈവം അവളെ ഉയർത്തി. യേശുവിൻ്റെ ജനറേഷനിൽ അങ്ങ് അവളെ കൊണ്ടുവന്നല്ലോ. പിതാവേ, ഞങ്ങളുടെ വേദനയിലും അങ്ങയെ പുച്ഛിക്കാതെ, അങ്ങയെ തള്ളിപ്പറയാതെ, ഒരു വാക്കുകൊണ്ട് പോലും അങ്ങയെ വേദനിപ്പിക്കാതെ അങ്ങയോട് ചേർന്നിരിപ്പാൻ കൃപ തരണമേ. നിന്റെ ജനത്തെ അനുഗ്രഹിക്കണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ നിന്റെ മക്കളെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. മഹത്വമെല്ലാം അങ്ങേക്ക്, ക്രിസ്തുയേശുവിൻ നാമത്തിൽ പിതാവേ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനാമേശുവിൻ്റെ കൃപയും നമ്മെ ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും കാവലും സംസർഗവും നമ്മോടും നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയത്തോടും സഭയോടും ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. അറുക്കപ്പെട്ട കുഞ്ഞാടിനു മഹത്വം. ആമേൻ. യേശുവേ വരണമേ.